വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് അടുത്ത പുതിയ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In MS PowerPoint 2007, which tool enabled you to add text to a slide without using the standard placeholder? ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ചുകൂടി ഡിഗ്രി ലെവൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. In MS PowerPoint 2007, which tool enables you to add text to a slide? അതായത് 2007-ൽ നമുക്ക് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സ്ലൈഡിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. എങ്ങനെ? വിത്തൗട്ട് യൂസിങ് ദ സ്റ്റാൻഡേർഡ് പ്ലേസ് ഹോൾഡർ. സ്റ്റാൻഡേർഡ് പ്ലേസ് ഹോൾഡർ ഇല്ലാത്തൊരു സ്ലൈഡിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് പ്ലേസ് ഹോൾഡർ അറിയാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോർമൽ നമ്മളിങ്ങനെ ഒരു സ്ലൈഡ് എടുത്താൽ അവിടെ എന്താ ഹെഡിങ് ഉണ്ടാവും. ഒന്നീ സിംഗിൾ ആയി കാണും, ഇല്ലെങ്കിൽ ടൈറ്റിൽ സ്ലൈഡും സബ് ഹെഡിങ് ഉള്ള സ്ലൈഡ്സ് ഒക്കെ ആയിട്ടൊക്കെ കാണാം. അപ്പം നമുക്ക് ഇതിൽ ഏതാണ് വേണ്ടത്? മീൻസ് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം, അതായത് നമുക്ക് ഇതൊന്നും ഇല്ലാതെ പ്ലേസ് ഹോൾഡർ ഇല്ലാതെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ആഡ് ചെയ്യാം? ഓപ്ഷൻ എ ടെക്സ്റ്റ് ടൂൾ ബോക്സ്, ഓപ്ഷൻ ബി ലൈൻ ടൂൾ, ഓപ്ഷൻ സി ഡ്രോയിങ് ടൂൾ ആൻഡ് ഓപ്ഷൻ ഡി ഓട്ടോ ഷേപ്സ് ടൂൾ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് ടൂൾ ബോക്സ് യൂസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം ഏതായിരിക്കും എടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ടൂൾ ബോക്സ് ആവശ്യമാണ്. സോ അവർ ആൻസർ ഈസ് എ, ടെക്സ്റ്റ് ടൂൾ ബോക്സ്. ടെക്സ്റ്റ് ടൂൾ ബോക്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട്? നമുക്ക് കാണാമല്ലോ, ടെക്സ്റ്റ് ടൂൾ ബോക്സ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടും. നമ്മളിങ്ങനെ അതിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് എന്ത് ചെയ്യുക? ഒരു ഇത് വരും, കഴ്സർ വരും അല്ലേ, നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. സോ അപ്പം നമ്മുടെ പ്ലേസ് ഹോൾഡർ മീൻസ് പ്ലേസ് ഹോൾഡർ ഇല്ലെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ടൂൾ ബോക്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? സ്ലൈഡിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS PowerPoint 2007, presentation designs regulate the formatting and layout for the slide and are commonly commonly നമ്മൾ എന്ത് പറയും? എന്താണ്? in MS PowerPoint 2007 2007 PowerPoint presentation designs regulate the formatting and layout. regulate ചെയ്ത formatting layouts regulate for the slide and are commonly called. നമ്മൾ ഫോർമാറ്റ് ചെയ്ത ലേഔട്ട്സിനെ പറയുന്നത് എന്തെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡിസൈൻ പ്ലേറ്റ്സ്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ സി പ്ലേസ് ഹോൾഡർ, ഓപ്ഷൻ ഡി ബ്ലൂ പ്രിന്റ്സ്. ഏതെന്നാ നമ്മൾ പറയുന്നത്? എന്ത് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അതിനെ പറയുന്നതിന് ഫോർമാറ്റ് ചെയ്ത് ലേഔട്ട് ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് ഇതൊരു ഫോർമാറ്റ് ഇതാണ്, ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഈ ക്വസ്റ്റ്യൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരെന്താന്നാ ചോദിക്കുന്നത്. എന്താന്നാ പറയുന്നത്? ഡിസൈൻ പ്ലേറ്റ് ആണോ, ടെംപ്ലേറ്റ് ആണോ, പ്ലേസ് ഹോൾഡർ ആണോ, ബ്ലൂ പ്രിന്റ് ആണോ? പ്ലേസ് ഹോൾഡർ നമുക്കറിയാം, നമ്മൾ കഴ്സർ പ്ലേസ് ചെയ്ത് ടൈപ്പ് ചെയ്യും. നമ്മൾ ഇതല്ല. ബ്ലൂ പ്രിന്റ്സ് എന്താണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ഇതുമല്ല. ഇനി നമുക്കിതിൽ കൺഫ്യൂസ് ചെയ്യുന്ന ഡിസൈൻ പ്ലേറ്റ്സ് ആണോ, കാരണം ഓൾറെഡി ഫോർമാറ്റിംഗ് ആൻഡ് ലേഔട്ട് സ്ലൈഡ്സ് ആണ്. അപ്പൊ എന്താ ഡിസൈൻ പ്ലേറ്റ് ആണോ ടെംപ്ലേറ്റ്സ് എന്നാണോ നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഡിസൈൻ അല്ല. നമ്മൾ നോർമലി സെറ്റ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റഡ് ലേഔട്ടിനെ പറയുന്ന പേര് എന്താന്ന് വെച്ചാൽ എന്താണ്? ടെംപ്ലേറ്റ്സ് ആണ് അല്ലേ. പ്രീ ഡിഫൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ പറയുന്ന പേര് എന്താ? formatting and layout for the slides are commonly called templates. ഓർക്കുക, templates. Next question. What is the shortcut key to insert a new worksheet into the workbook in MX Excel 2007? 2007 എക്സലിൽ പുതിയ വർക്ക്ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എവിടെ? എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കിൽ. അതിനുപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് ചോദ്യം. കണ്ടല്ലോ, ഷോർട്ട് കട്ട് കീസ് കുറച്ചുകൂടി നമ്മളെ കടുപ്പിച്ചത് കണ്ടോ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ? ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട്സ് ന്യൂ വർക്ക്ഷീറ്റ് ആണല്ലേ. പുതിയ വർക്ക്ഷീറ്റ് വേണം. എവിടെ? ഇൻ ദ വർക്ക് ബുക്ക് ഇൻ MX Excel 2007. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് ബുക്കിൽ ഒരു പുതിയ ഷീറ്റ് ആഡ് ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. ഓപ്ഷൻ എ Ctrl Shift F1, ഓപ്ഷൻ ബി Alt Shift F1, ഓപ്ഷൻ സി Ctrl Alt F11, ഓപ്ഷൻ ഡി Alt Shift F11. ഇതിൽ ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. കണ്ട, ഇത് മൊത്തം ഓൾട്ട് ഷിഫ്റ്റും ഫംഗ്ഷൻ കീയുടെ ഒരു കളികളായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്.
എക്സാക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ബാക്കിയെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് കോപ്പി ചെയ്യുന്നു സി ആണ്, പേസ്റ്റ് ചെയ്യുന്നു വി ആണ്. ഇങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ Ctrl+T ഇങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുന്നത് പോലെ നമുക്ക് ഈസിയർ അല്ല ഇത്തരം വലിയ ഷോർട്ട് കട്ട്സ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ തങ്ങത്തുള്ളൂ. ഓൾട്ടും ഷിഫ്റ്റും കൺട്രോളും തമ്മിലുള്ള ഒരു കളിയാണിത്. സോ അപ്പം നമ്മളിത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആൻസർ അറിയണം. എങ്കിൽ നമ്മുടെ ഇത് ആൻസർ എന്തായിരിക്കും ഇവിടെ, ഒരു എക്സിസ്റ്റിംഗ് വർക്ക്ബുക്കിൽ പുതിയൊരു വർക്ക്ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലേക്ക് മീൻസ് വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ട ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt Shift F1. Alt Shift F1 ഈസ് അവർ റൈറ്റ് ആൻസർ. ഓൾട്ടും ഷിഫ്റ്റും ആണ്, മാറിപ്പോകരുത്. കൺട്രോൾ ഷിഫ്റ്റ് അല്ല, Alt Shift F1 ആണ്. if 11 അല്ല, അപ്പോൾ അത് രണ്ടും അങ്ങ് കട്ട് ചെയ്യാം. പിന്നെ Alt Shift ആണോ കൺട്രോൾ ഷിഫ്റ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ് പുതിയൊരു ഷീറ്റ് എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കിൽ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ട ഷോർട്ട് കട്ട് കീ ഏതെന്ന് ചോദിച്ചാൽ Alt Shift F1. ഓക്കെ ആണ്. നന്നായിട്ട് കാണാപ്പാടെങ്കിലും പഠിച്ചു വയ്ക്കുക, എന്നാൽ മാത്രമേ ഇത് മൈൻഡിൽ നിൽക്കത്തുള്ളൂ. Alt Shift F1 ഫോർ ഇൻസേർട്ടിംഗ് ന്യൂ വർക്ക് ഷീറ്റ് ഇൻ ടു എ എക്സിസ്റ്റിംഗ് വർക്ക് ബുക്ക് ഇൻ MS Excel 2007. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങൾ എല്ലാവരും വളരെയധികം റെപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ്. ആ രീതിക്കൊക്കെ നിങ്ങൾ പഠിക്കുക, എന്നാൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കത്തുള്ളൂ. കാരണം നമ്മുടെ PSC പലതരത്തിൽ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടഫാന്ന് വിചാരിച്ചിട്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും സിമ്പിളാക്കി ചോദിച്ചാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. നമ്മൾ ടഫായിട്ടുള്ള പഠിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മളെ കയ്യിൽ നിന്ന്, ഇപ്പോൾ സിമ്പിളായിട്ടുള്ളത് മാത്രം നോക്കി വയ്ക്കുമ്പോൾ ടഫായിട്ടുള്ളത് പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഏത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അതിനാണ് ഏറ്റവും നല്ല വഴിയാണെന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളും നമുക്ക് അറിയാനായിട്ട് പറ്റും, ടഫസ്റ്റ് ആയിട്ട് വന്നാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Excel is a program that is used to prepare a dash. എക്സൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എക്സൽ എന്തിനാണ് MS Excel എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡേറ്റാബേസ് നമുക്ക് തയ്യാറാക്കാനാണോ? അതോ ടെക്സ്റ്റ് ഡോക്യുമെന്റ്? ഓപ്ഷൻ ബി എന്താ? ടെക്സ്റ്റ് ഡോക്യുമെന്റ്. ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി പ്രസന്റേഷൻ. എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ഡേറ്റാബേസിനാണെങ്കിൽ എന്താ DBMS സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ. ദെൻ ടെക്സ്റ്റിനാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? MS Word. ദെൻ പ്രസന്റേഷൻ, സ്ലൈഡ് പ്രസന്റേഷൻ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? പവർ പോയിന്റ്. സ്വാഭാവികമായിട്ട് ഏതാണടാ? സ്പ്രെഡ്ഷീറ്റാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഈസ് അവർ ആൻസർ. എക്സൽ പ്രോഗ്രാം ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ്. സ്പ്രെഡ്ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? MS Excel എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഫോർമുലാസ് ഇൻ എക്സൽ ഓൾവേസ് ബിഗിൻ വിത്ത്. സിമ്പിൾ ആക്കി ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത്രയും നേരം നമ്മളെ കടുപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അടുത്ത വന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വളരെ സിമ്പിളാണ്. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കിയേ. ഓപ്ഷൻ എ ഈക്വൽ സൈൻ, ഓപ്ഷൻ ബി കോമ, ഓപ്ഷൻ സി കോളൻ, ഓപ്ഷൻ ഡി സ്പേസ്. ഏതാണ്? എങ്ങനെയാ വരുന്നത് എന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ എക്സൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈൻ ആണോ, കോളൻ ആണോ, കോമയാണോ, സ്പേസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് എക്സൽ ആൻഡ് ഫോർമുല അല്ല, ഓൾ ഫോർമുലാസ് ഇൻ എക്സൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഈക്വൽ സൈൻ. an equal sign. So our correct answer is an equal sign. നമ്മുടെ എക്സൽ ഫോർമുലാസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ഫോർമുല എടുത്താലും നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? ഈക്വൽ കൊടുത്താലേ അതെന്താവുള്ളൂ? വാലിഡ് ഫോർമുല ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇൻസേർട്ട് ആൻഡ് ഈക്വൽ സൈൻ ആണ് അല്ലേ. നമുക്ക് സെൽസ് ആഡ് ചെയ്യണം, മറ്റേ ഡിവൈഡ് ചെയ്യണം, നമ്മൾ ഡേറ്റ് ഏത് ഫംഗ്ഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമ്മൾ ഈക്വൽ സൈൻ ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MS Excel is based on which operating system? ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് MS മൈക്രോസോഫ്റ്റ് എക്സൽ ആരുടേതാണ്? ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്? യൂണിക്സ് ഓപ്പറേറ്റിംഗിലാണോ, ഡോസ് ആണോ, വിൻഡോസ് ആണോ? ഇത് ഡോസ് ആണോ, വിൻഡോസ് ആണോ, OS2 ആണോ? ഏതിലാണ് MS Excel വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം വിൻഡോസിലാണ് അല്ലേ. വിൻഡോസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഏതാണ്? വിൻഡോസ് ആണല്ലേ. വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? MS Excel, MS PowerPoint, MS Word. ഇതെല്ലാം ഏതിലാണ് വരുന്നത്? വിൻഡോസിലാണ്. Is it clear? Next question. What is the shortcut key to replace a data with another in MS Excel sheet 2007?
എന്താണ്? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ? കണ്ട, വീണ്ടും ഷോർട്ട് കട്ട് കീ വന്നിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, ഒരേ എക്സാമിൽ തന്നെ എത്രത്തോളം ഷോർട്ട് കട്ട് കീസ് അവർ ചോദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണിത്. അപ്പൊ എന്താണ് ചോദിച്ചത്? റീപ്ലേസ് എ ഡേറ്റ വിത്ത് അനദർ. റീപ്ലേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഇൻ MS Excel 2007 ഷീറ്റിൽ നമ്മൾ ഡേറ്റ കൊടുത്തത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻസ് ഉപയോഗിക്കും? ഓപ്ഷൻസ് നോക്കിയേ. Ctrl+H, ഓപ്ഷൻ ബി Ctrl+R, ഓപ്ഷൻ സി Ctrl+Shift+R ആൻഡ് ഓപ്ഷൻ ഡി Ctrl+F. ഏതാണോ ഉപയോഗിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ, ഏത് യൂസ് ചെയ്യും? ഏത് ഷോർട്ട് കട്ടിയാണ് റീപ്ലേസിന് ഉപയോഗിക്കുന്നത്? റീപ്ലേസ് എന്ന് പറയുന്നത് Ctrl+H ആണ് അല്ലേ? Ctrl+H ഈസ് അവർ ആൻസർ. എന്താ? ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഫൈൻഡ് മാത്രമായിരുന്നെങ്കിൽ F ഉപയോഗിച്ചേനെ. R എന്താണ്? റൈറ്റ് അലൈൻമെന്റ് ആണ്. സോ അവ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? Ctrl+H ആണ്. Ctrl+H പ്രസ് ചെയ്താൽ എന്ത് വരും? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഫൈൻഡ് ചെയ്താലല്ലേ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വേർഡ് എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയാലല്ലേ ആ വേർഡ് മാറ്റിയിട്ട് അടുത്ത സ്ഥാനത്ത് വേറൊരു വാക്ക് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എന്താണ് അവരുടെ ആൻസർ? നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും? Ctrl+H ഈസ് അവർ ആൻസർ. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ insert a new slide in current presentation in MS Word 2007. വീണ്ടും സിമിലർ ആയിട്ട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് ഇത്. പവർ പോയിന്റ് പ്രസന്റേഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബേസിക്സ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. എന്നാൽ എന്താണ്, നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ വരുന്നതോട് കുറച്ച് കീസ് മാറ്റം ഉണ്ടാവും. സോ നമ്മൾ ഇതിപ്പോൾ പവർ പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറണ്ട് പ്രസന്റേഷൻ? ന്യൂ സ്ലൈഡിനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ? ന്യൂ സ്ലൈഡ് ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു ന്യൂ വേർഡ് ഡോക്യുമെന്റ്, ന്യൂ എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ ന്യൂ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണെങ്കിൽ ഏതായിരുന്നേനെ? ന്യൂ നമ്മൾ എടുത്തേനെ അല്ലേ? Ctrl+N എടുത്തേനെ. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് പ്രസന്റേഷനിൽ ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പൊ അത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ Ctrl+N, ഓപ്ഷൻ ബി Ctrl+M, ഓപ്ഷൻ സി Ctrl+S ആൻഡ് ഓപ്ഷൻ ഡി Ctrl+R. ഇതിൽ ഏതാണ്? ഓർത്തു നോക്കൂ. റൈറ്റ് ആൻസർ ഈസ് Ctrl+M ആണ്. Ctrl+M ആണ് അല്ലെ? കറണ്ട് പ്രസന്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? Ctrl+M ആണ്. Ctrl+M യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് പ്രസന്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നത് Ctrl+M ആണ്. Ctrl+ എന്താ? ഞാൻ പറഞ്ഞു ന്യൂ സ്ലൈഡ് അല്ലേ? ദെൻ Ctrl+ എന്താണ്? സേവ് ആണ്. Ctrl+R എന്താണ്? റൈറ്റ് അലൈൻമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? Ctrl+M ആണ്. Is it clear? Next question. From which menu you can access picture, text box, charts, etc. in MS PowerPoint 2007? നോക്കൂ, MS PowerPoint 2007 എടുക്കുകയാണ്. നമുക്ക് അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം? പിക്ചർ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം, ചാർട്ട് ആഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഏത് മെനു എന്നാണ് നമ്മൾ എടുക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ മുകളിലുണ്ടല്ലേ ഹോം, ഇൻസേർട്ട്, വ്യൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മെനൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഏത് മെനു ആണ് നമ്മൾ ഏതാടാ നോക്കുക? അത് ഇവിടെ പിക്ചർ, ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ചാർട്ട് എക്സെട്ര അതുപോലുള്ള കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഏതിൽ നിന്നെടുക്കും? ഹോം, മെനു, പേജ്, ഇങ്ങനെയുള്ള ഇതിൽ ആ ടാബ്സിൽ നിന്ന് ഏത് മെനുവിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ഫയൽ, ഓപ്ഷൻ ബി എഡിറ്റ്, ഓപ്ഷൻ സി ഇൻസേർട്ട് ആൻഡ് ഓപ്ഷൻ ഡി വ്യൂ. അപ്പോൾ ഏതിൽ നിന്നായിരിക്കും എടുക്കുന്നത്? ഓർത്ത് നോക്കൂ. നമ്മൾ ഏതിൽ നിന്നാ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം, നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം, നമുക്കൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഉത്തരം ഏതായിരിക്കും? Our right answer is insert. Insert is our right answer because നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം, പിന്നെന്താ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം, പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് മെനുവിൽ നിന്ന് എടുക്കും? ഇൻസേർട്ട് മെനുവിൽ നിന്ന് നമ്മൾ എടുക്കും. ഇൻസേർട്ട് ഈസ് അവർ റൈറ്റ് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A drop cap is a large capital that presents at the beginning of a text block or a paragraph. മനസ്സിലാവുന്നു? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? എ ഡ്രോപ്പ് ക്യാപ്പ് ഈസ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ദാറ്റ് പ്രസൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടെക്സ്റ്റ് ബ്ലോക്ക് ഓർ എ പാരഗ്രാഫ് അല്ലേ? ഒരു ടെക്സ്റ്റ് ബ്ലോക്കിലെ ആദ്യത്തെ ലെറ്റർ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്തെന്ന് പറയുന്നത്? ലാർജ് capital letter that present at the beginning of the text block or a paragraph. Which are the
പോസിബിൾ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ ഇൻ വേർഡിലെ പോസിബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് ഏതൊക്കെയെന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് അറിയാം, എന്ത് ചെയ്യുക, നമ്മളൊരു പാരഗ്രാഫ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലാർജ് ഇപ്പൊ 2 or 3 വരി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാർജ് എ എന്നുള്ള ലെറ്റർ ലാർജ് എ എന്നിട്ടു, എന്നിട്ട് നമ്മൾ പാരഗ്രാഫ് എങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തുടങ്ങി പോകും അല്ലേ. ഇതാണെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ഇനിഷ്യലിൽ വരുന്ന ലെറ്റർ എന്താ, ലാർജ്. നമ്മൾ പത്രങ്ങളൊക്കെ എടുത്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണ്, ലാർജ് ഡ്രോപ്ഡ് ക്യാരക്ടർ ആയിട്ട് ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ പോസിബിൾ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ ഇൻ വേർഡ്, പോസിബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ ഏതാണ്? 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഡ്രോപ്ഡും 1, 2 ഇൻമാർജിനും. ഇതിലേതാണ്? ഡ്രോപ്ഡ് എന്നുണ്ട്, ഇൻമാർജിൻ എന്നും ഉണ്ട്. ഇപ്പം ഏതായിരിക്കും ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ഇത് 2 ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ഏതാണ് ശരിയെന്നാ ചോദിച്ചത്. ഇതെന്താണ്? ഡ്രോപ്ഡ് ആണ്. ഇൻമാർജിൻ ആകുമ്പോൾ എന്താവും? ഇങ്ങനെ പോവും. ഇപ്പം ഇത് 2 ഓപ്ഷൻ നമുക്കുണ്ടോ? ഉണ്ട്. നമുക്ക് ഡ്രോപ്ഡും ഉണ്ട്, ഇൻമാർജിനും ഉണ്ട്. സോ അവർ ബോത്ത് ഓപ്ഷൻസ് ആർ റൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ ഓൺലി, ഓപ്ഷൻ ബി ഓൺലി, ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് 1 നോട്ട് 2, രണ്ടും അല്ല. ആദ്യം പറയുന്നു 1 മാത്രം, രണ്ടാമത് പറയുന്നു 2 മാത്രം, മൂന്നാമത് പറയുന്നു 1ഉം 2ഉം ശരിയാണ്, നാലാമത് പറയുന്നു 1ഉം 2ഉം ശരിയല്ല. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡ്രോപ്ഡും ഉണ്ട്, ഇൻമാർജിനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി both 1 and 2 is our right answer. Next question. The inventor of Microsoft Word is, Microsoft Word invent ചെയ്തത് ആരാണ്? വളരെ കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ബിൽ ഗേറ്റ്സ്, ഓപ്ഷൻ ബി പൗൾ അലൻ, ഓപ്ഷൻ സി റിച്ചാർഡ് സ്റ്റാൾമാൻ, ഓപ്ഷൻ ഡി ചാൾസ് സിമോണി. ആരാണ് ആൻസർ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഇൻവെന്റർ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലേ. നമ്മൾ വേർഡ് എന്ന് പറയാറുണ്ട്, പഠിക്കാറുണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ച ആരാന്ന് നമ്മൾ അറിയണ്ടേ? ആരായിരിക്കും അത് കണ്ടുപിടിച്ചത്? അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ചാൾസ് സിമോണി അല്ലേ. സിമോണിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓർക്കുക, മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ചാൾസ് സിമോണിയാണ്. ഓർക്കുക, കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ വേർഡ് എന്ന് പറഞ്ഞാൽ പോലെ വേർഡ് കണ്ടുപിടിച്ചത് ആരാന്ന് അറിയണം അല്ലേ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 3 basic parts of a ribbon in Microsoft Word are. Microsoft Wordന്റെ 3 basic parts അല്ലേ. 3 basic parts of Microsoft Word. 3 basic parts വെച്ചിട്ടുണ്ട്. 1 ടാബ്, 2 ഗ്രൂപ്പ്, 3 കമന്റ്സ്, 4 ഐക്കൺസ്. ഇതിൽ ഏതാണടാ? 3 എണ്ണേ ഉള്ളൂ. ഇതിൽ ഒരെണ്ണം ഉത്തരം ശരിയല്ല. ഒരു 3 പാർട്സേ ഉള്ളൂ. നമ്മൾ ആലോചിക്കുക, മൈക്രോസോഫ്റ്റ് വേർഡിന് എന്തുണ്ട്? ടാബ്സ് ഇല്ലേ? ഉണ്ട്. ഗ്രൂപ്പ്സ്, ടാബിനകത്ത് ഗ്രൂപ്പുകളില്ലേ? ഹോം ടാബിനകത്ത് നമ്മൾ ഗ്രൂപ്പുകളല്ലേ, ക്ലിപ്പ് ബോർഡ്, ഫോണിന്റെ ഗ്രൂപ്പുകൾ കാണല്ലേ? ഉണ്ട്. ദെൻ കമന്റ്സ് ഇല്ലേ? ഉണ്ട്. ദെൻ ഐക്കൺ ഉണ്ടോ? ഇല്ല. ഐക്കൺ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഇമേജ് ആണല്ലേ, ഡെസ്ക്ടോപ്പിക് ആണ്. ഈ സാധനം നമുക്ക് ഇല്ല. സോ അവർ ആൻസർ എങ്ങനെ വരും നോക്കിയേ. ഓപ്ഷൻ എ 1 and 2 ഓൺലി. 1 and 2 മാത്രമാണല്ലോ, നമുക്ക് 3 ഉണ്ട്. ദെൻ ഓപ്ഷൻ ബി 1, 2 and 3. ഓപ്ഷൻ സി 4 ഓൺലി. 4 ആണ് നമുക്ക് ഇല്ലാത്തത് അല്ലേ. ദെൻ ഓപ്ഷൻ ഡി 2, 3 and 4. സോ നമുക്ക് ഇവിടെ 4 ഇല്ല. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് 3 വേണം. നമ്മുടെ കറക്റ്റ് അപ്പ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. 1, 2 and 3 ഈസ് അവർ റൈറ്റ് ആൻസർ. വേർഡിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള 3 റിബൺസിലുള്ള 3 പാർട്സ് ഏതെന്ന് ചോദിച്ചാൽ ടാബ്സ്, ഗ്രൂപ്പ്സ് ആൻഡ് കമന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? 3 ബേസിക് പാർട്സ് ഓഫ് MS വേർഡ് എന്ന് പറയുന്നത്. ടാബ്സ്, ഗ്രൂപ്പ്സ്, കമന്റ് എന്ന് പറയുന്നത് 3 ബേസിക് പാർട്സ് ഓഫ് MS വേർഡ് ആണ്. ഓർക്കുക, റിമൈൻഡ് ചെയ്ത് ഓർക്കുക, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഓർമ്മിക്കുക. റിബൺസിന്റെ ബേസിക് 3 പാർട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ടാബ്സ്, ഗ്രൂപ്പ്സ് ആൻഡ് കമന്റ്സ് ഇസ് റൈറ്റ്. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടാബ്, ഗ്രൂപ്പ് ആൻഡ് കമന്റ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പൊസിഷൻ ഓഫ് ഓഫീസ് ബട്ടൺ ഇൻ MS വേർഡ് ഈസ്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വേർഡ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓഫീസ് ബട്ടൺ എവിടെയാണ് കാണുന്നത്? എവിടെയായിരിക്കും ഓഫീസ് ബട്ടൺ കാണുന്നത്? ഓപ്ഷൻസ് നോക്കാം. ബോട്ടം ലെഫ്റ്റ്, ഓപ്ഷൻ ബി റൈറ്റ് ബോട്ടം, ഓപ്ഷൻ സി ബോട്ടം സെന്റർ, ഓപ്ഷൻ ഡി അപ്പർ ലെഫ്റ്റ്. ദിസ് ഈസ് അവർ വേർഡ് വിൻഡോ എന്ന് കരുതുക. ഓപ്പൺ ചെയ്യുക. ഞാൻ ചിത്രകാരിയായിട്ട് നിങ്ങൾ ഒരുപാട് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇത് വേർഡ് വിൻഡോ ആണ്. നമ്മുടെ ഓഫീസ് ബട്ടൺ അറിയാമല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട് വിൻഡോയുടെയൊക്കെ പടമുള്ള സാധനമാണ്. അതാണ് നമ്മുടെ ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത്. ഈ ബട്ടൺ എന്ന് പറയുന്നത് ഇതിൽ എവിടെ കാണും? ആദ്യത്തെ ഓപ്ഷൻ ലെഫ്റ്റ് ബോട്ടം, ഇവിടെയാണ് ആണോ? രണ്ടാമത്തെ ഓപ്ഷൻ റൈറ്റ് ബോട്ടം,
ഇവിടെ ആണോ? മൂന്നാമത്തെ ഓപ്ഷൻ ബോട്ടം സെന്റർ ഇവിടെ ആണോ? ദ ലാസ്റ്റ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അപ്പർ ലെഫ്റ്റ് ഇവിടെയാണോ? ഇതിൽ എവിടെയായിരിക്കും നിങ്ങൾ കാണുന്ന ഈ ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത്? എവിടെയായിരിക്കും നിങ്ങൾ കാണുന്നേ? റൈറ്റ് ആൻസർ ഈസ് അപ്പർ ലെഫ്റ്റ് ഈസ് അവർ റൈറ്റ് ആൻസർ. ബിക്കോസ് നമ്മൾ ടോപ്പ് ലെഫ്റ്റ് സൈഡിലാണ് എന്ത് കാണുന്നത്? ഓഫീസ് ബട്ടൺ കാണുന്നത്. ടോപ്പ് ലെഫ്റ്റ് സൈഡ് എന്നും പറയാം. അപ്പർ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് ലെഫ്റ്റ് തന്നെയാണല്ലേ? സെയിം ആണല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ഒരിക്കലും മാറുന്നില്ല. ഓഫീസ് ബട്ടൺ കാണുന്നത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് നമുക്ക് ഓഫീസ് ബട്ടൺ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രസന്റ് ഇൻ ഹോം ടാബ്? എന്താടാ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രസന്റ് ഇൻ ഹോം ടാബ്? ഹോം ടാബിൽ ഉള്ള ഓപ്ഷൻസ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഹോം ടാബിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നോക്കിയേ. ക്ലിപ്പ് ബോർഡ് ഉണ്ടോ, സ്റ്റൈൽ ഉണ്ടോ, പേജ് സെറ്റപ്പ് ഉണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഹോം ടാബ് എന്തൊക്കെയുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് വേണം? ഹോം ടാബിലെ ഗ്രൂപ്പ്സ് മൊത്തം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഹോം ടാബിലുണ്ടോ? ക്ലിപ്പ് ബോർഡ് ഉണ്ടോ, സ്റ്റൈൽസ് ഉണ്ടോ, പേജ് സെറ്റപ്പ് ഉണ്ടോ? എവിടെയാണ് നമ്മൾ ആൻസർ നോക്കിയേ. ഓപ്ഷൻ എ 1 ഉള്ളു, ക്ലിപ്പ് ബോർഡ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി 1 and 2 ഉള്ളു, ക്ലിപ്പ് ബോർഡ് സ്റ്റൈലും ഉണ്ട്. ഓപ്ഷൻ സി ബോത്ത് 1 and 3, 1 and 3 മാത്രമേ ഉള്ളൂ ആണോ? ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും എടാ? പേജ് സെറ്റപ്പ് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലാണോ, ഹോം ടാബിലാണോ വരുന്നത്? അല്ല അല്ലേ? Then so our right answer is clipboard and style ആണ് അല്ലേ? clipboard and style is our right answer. So our answer is option B, both 1 and 2 is our right answer. Is it clear? ഹോം ടാബിൽ കാണുന്ന ഗ്രൂപ്പ് ചെയ്ത ക്ലിപ്പ് ബോർഡും സ്റ്റൈലും ആണ്, പേജ് സെറ്റപ്പ് ഇല്ല. സോ അവർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1 and 2. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് എന്താണ്? ഓരോ ടാബിലും ഓരോ ഗ്രൂപ്പിനകത്തും ഏതൊക്കെ ഗ്രൂപ്പ് മീൻസ് ഓരോ ടാബിനകത്തും ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് കാണാതെ അറിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.